ഹല്ലേലൂയ. ഒരു മിഷണറി കഥ ചരിത്രം ഞാനൊന്ന് പറയാം. 1927 ഏകദേശം ആ വർഷങ്ങളിൽ ജനിച്ച ജിം ഇലിയറ്റ് എന്ന് പറഞ്ഞ അമേരിക്കയിലുള്ള പോർട്ട്ലൻഡിലുള്ള ഒരു യൗവനക്കാരൻ. തന്റെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കളെല്ലാം ഭക്തരാണ്. ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്ത ഒരു മനുഷ്യനാണ് ജിം ഇലിയറ്റ്. വീറ്റൻ കോളേജിൽ പോയി താൻ ബൈബിൾ ട്രെയിനിങ് എടുത്ത് കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു യൗവനക്കാരൻ. തന്റെ ഹൃദയത്തിൽ യേശുവിനോടുള്ള സ്നേഹം, പ്രേമം കത്തുനിന്ന അഗാപ്പെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് വീറ്റൻ കോളേജിൽ വെച്ച് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന എലിസബത്തുമായി തനിക്ക് ഇഷ്ടമായി. അങ്ങനെ ജിം ഇലിയറ്റും എലിസബത്ത് ഇലിയറ്റും അവർ വിവാഹിതരാകുകയാണ്. തന്റെ ആ ചെറിയ പ്രായത്തിൽ, യൗവന പ്രായത്തിൽ തന്നെ അസാധാരണമായ കാഴ്ചപ്പാടുകൾ കൊണ്ടു നടന്നൊരു മനുഷ്യനാണ് ഈ ജിം ഇലിയറ്റ്. തന്റെ പ്രാർത്ഥനയെ ഐ ഡോണ്ട് ആസ്ക് ഫോർ എ ലോങ് ലൈഫ്, ഞാൻ ദീർഘായുസിന് വേണ്ടി ഒന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. I seek not a long life, പക്ഷെ എനിക്ക് പൂർണ്ണമായി കർത്താവിന് വേണ്ടി ജീവിക്കണം. But I seek for a full life like you. 33 വർഷക്കാലം ജീവിച്ച യേശുവിനെ പോലെ കർത്താവേ, നീ ദീർഘായുസ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ അങ്ങ് പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പൂർണ്ണമായി ജീവിച്ചതുപോലെ. ഹല്ലേലൂയ. ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ ദൈവത്തിന്റെ ആ സ്നേഹമായി താൻ ആഴമായി കണക്ട് ചെയ്തു. ദൈവത്തിന്റെ സ്നേഹമായി കണക്ട് ചെയ്തു പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയമായി കണക്ട് ചെയ്തു. ഇക്വഡോറിൽ കിടക്കുന്ന ഓക്ക ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ആ ഒരു ട്രൈബൽ ആൾക്കാരുടെ ഇടയിൽ സുവിശേഷം എത്തിയിട്ടില്ല. അവർ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. അവർ സുവിശേഷത്തിന്റെ ആ സത്യം അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ആ ട്രൈബൽ ആൾക്കാര് ഭയങ്കരമായി ക്രൂരമായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും കുത്തുകയും, നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ഷിലോങ്, മേഘാലയ, അസാമിൽ ഗാരോ ഹില്ലുകളിലൊക്കെ നടന്ന പോലെ തലവെട്ടിക്കളയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നരബലികൾ, ഭോജനം കഴിക്കുന്നവർ, കെനിബൽസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ക്രൂരമായ ഒരു കൂട്ടമാണ്. പക്ഷെ ഒരു സമയമായപ്പോൾ ജിമ്മിന്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, താല്പര്യമായി, ബോധ്യമായി ഈ ഓക്ക ഇക്വഡോറിലുള്ള ഈ ഗ്രാമപ്രദേശത്തിലുള്ള ട്രൈബൽ ആൾക്കാരെ ഈ സുവിശേഷം. അപ്പോൾ താൻ തന്റെ ഒരു ടീം ഉണ്ടാക്കി. അവർ 5 പേരായി. നേതൻ സെയിന്റ്, എഡ്, പീറ്റ്, റോജർ എന്ന് പറഞ്ഞ ഒരു ടീം ഒത്തിരി ഗവേഷണമൊക്കെ നടത്തി. അവിടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ കുന്തം കൊണ്ട് എറിഞ്ഞ് കൊല്ലും. ഭയങ്കര പ്രതികൂലമായ സാഹചര്യങ്ങളാണ്, വിഷയങ്ങളാണ്, പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥിച്ച്, ഒത്തിരി ഉപസിച്ച്, ഒത്തിരി തയ്യാറായി ഈ 5 പേര് ഒരുമിച്ച് ഒരു ചെറിയ പ്ലെയിൻ വെച്ച് അവിടെ പോകുകയാണ്. ഹൃദയത്തിൽ കർത്താവിന്റെ സുവിശേഷം ദൈവസ്നേഹത്താൽ പിടിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന രൂപാന്തരങ്ങളാണ്, സമർപ്പണമാണ്, നാം ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന തീരുമാനങ്ങളാണ്. അപ്പോൾ ആ പ്ലെയിനിലൂടെ പോയി അവിടെ ഉണ്ടായിരിക്കുന്ന ട്രൈബൽ ആൾക്കാർ, വോറാണി വാരിയേഴ്സ് അല്ലെങ്കിൽ യോദ്ധാക്കന്മാരെ, ട്രൈബിലെ യോദ്ധാക്കന്മാരൊക്കെ നോക്കി നിൽക്കുന്നതുകൊണ്ട് ക്രൂരമാണവര്. അവരുടെ സ്ഥലത്തേക്ക് വേറെ ആരെയും അന്യരെ വരുവാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ആദ്യം കുറച്ച് ഗിഫ്റ്റുകൾ, ഇവർക്ക് വേണ്ടി ആഹാരത്തിന് ഗിഫ്റ്റുകൾ എടുക്കുന്നു, ഇടുന്നു, അതൊക്കെ അവരെല്ലാം പതുങ്ങി നോക്കുന്നു. അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ചിലപ്പോൾ ഇവർ നമ്മളെ ഉപദ്രവിക്കത്തില്ലായിരിക്കും, ഒരു കൂട്ടുകൂടാം, അവരോടൊരു കണക്ഷൻ മേക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് പതുക്കെ അവരോട് യേശുവിനെ കുറിച്ച് പറയാം. അവരുടെ കയ്യിൽ ഗണ്ണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നു. ഈ 5 പേരും ഇറങ്ങുന്നു. അവർ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ കാട്ടിൽ നിന്ന് ഒളിഞ്ഞിരുന്ന ഈ വൂറാനിയിലെ വാരിയേഴ്സ് വന്ന് കുന്തമെറിഞ്ഞ് അവിടെ ആദ്യത്തെ ആ യാത്രയിൽ തന്നെ സുവിശേഷം കൊണ്ടെത്തിച്ചിട്ടില്ല. അവിടെ ആദ്യ ചുവടുകളെ തന്നെ കുന്തം കൊണ്ട് കൊത്തി കളയുകയാണ്. 1956 ജാനുവരി 6-8 സ്തോത്രം ഓപ്പറേഷൻ ഓക്ക എന്ന് പറഞ്ഞ് നോക്കിയ 1956 നോക്കിയ യേശുവിന്റെ സ്നേഹം കത്തി നിൽക്കുന്നത് കാണാൻ കഴിയുമോ? ജാനുവരി 8, 1957 ഡ്യൂറിംഗ് ഓപ്പറേഷൻ ഓക്ക ഈ 5 പേരും ഒരേപോലെ കൊല്ലപ്പെടുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ചെറിയ കാര്യങ്ങളിൽ ഭയമല്ലേ? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, തികഞ്ഞ സ്നേഹം എന്ത് ചെയ്യും? കൊന്നു, രക്തം വീണു, രക്തസാക്ഷികളായി തീർന്നു. അതിൽ കൊന്ന മനുഷ്യന്റെ പ്രധാന ലീഡറായിരുന്നു മിൻകായെ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ. എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ഈ 5 പേരുടെയും ഭാര്യമാര് ഭയങ്കരമായി വേദനിച്ചു. എങ്കിലും ദൈവസ്നേഹത്താൽ, അഗാപ്പെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരായതുകൊണ്ട് 2 വർഷം കഴിഞ്ഞ് 1958 എലിസബത്ത് ഇലിയറ്റും നേതൻ സെയിന്റിന്റെ സഹോദരിയായിരിക്കുന്ന റേച്ചൽ സെയിന്റും കൂടെ ഇവർ അവരുടെ ഭർത്താക്കന്മാരെയും സഹോദരനെയും കൊന്നുകളഞ്ഞ ആ ദേശത്തേക്ക് പകയോടല്ല, വെറുപ്പോടല്ല, കൈപ്പോടല്ല അമേരിക്കൻ ഗവൺമെന്റ് പ്രതികാരം ചെയ്ത് ഇവരെ കൊല്ലണമെന്ന് താക്കീതുകളുണ്ടല്ല. ഏത് മിഷനായാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാർ, സഹോദരന്മാർ ഇവിടെ വന്നത്, അതിനെ നിവർത്തിക്കുവാൻ ഇതാ സഹോദരിമാരുടെ ഒരു ടീം പോകുകയാണ്. തന്റെ മകളുമായി എലിസബത്ത്, ജിമ്മിന്റെ മകളുമായി എലിസബത്ത് ഇലിയറ്റ് അങ്ങോട്ട് പോകുകയാണ്. വലിയ കഥയാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ സ്തോത്രം ആ ഗ്രാമത്തിൽ, ആ കൂട്ടരുടെ ഇടയ്ക്ക്, ആ ട്രൈബലിന്റെ ഇടയ്ക്ക് വലിയ രൂപാന്തരങ്ങൾ, സ്നേഹം രൂപാന്തരപ്പെടുത്തുന്നതാണ്. അത്ഭുതങ്ങളെക്കാൾ, അടയാളങ്ങളെക്കാൾ, വീര്യപ്രവർത്തിയേക്കാൾ അതിന്റെ പ്രധാന ലീഡറായ മിൻകായെ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ദൈവസ്നേഹത്താൽ പിടിക്കപ്പെടുകയാണ്. താനാണ് കുത്തിക്കൊന്നത് ഇവരെയെല്ലാം. ആ മനുഷ്യൻ മാനസാന്തരപ്പെടുകയാണ്. The killer is transformed. ഈ സഹോദരിമാർ കാണിച്ച സ്നേഹം, ഭർത്താക്കന്മാർ നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിദ്വേഷം വരും, കയ്പ് വരും, പ്രതികാരം വരും. പക്ഷെ ഇവിടെ അവർ വീണ്ടും ദൈവസ്നേഹത്തോടെ ഈ മനുഷ്യർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. മിൻകായ് എന്ന് പറഞ്ഞ പ്രധാന വാരിയറായിരുന്ന, കുന്തം കൊണ്ട് കുത്തിക്കൊന്ന ഈ മനുഷ്യന്റെ ഹൃദയം ദൈവസ്നേഹത്തിന്റെ ആഴത്താൽ ഈ മനുഷ്യരിൽ നിന്ന്, എലിസബത്തിൽ നിന്ന്, റേച്ചലിൽ നിന്ന് വെളിപ്പെട്ട ആ സ്നേഹം അവരെ സ്വാധീനിക്കുവാൻ. This is the power of God's love. കുറച്ചു കഴിഞ്ഞ് മിൻകായ്
താൻ രക്ഷിക്കപ്പെടുകയാണ്. ആ ട്രൈബൽ ആൾക്കാരുടെ കൂട്ടത്തിൽ താൻ ഒരു ശുശ്രൂഷകനായി മാറുകയാണ്. ഹല്ലേലൂയ. നെയ്ത്ത് സെയിന്റിന്റെ മകൻ സ്റ്റീവ് സെയിന്റും അവിടെ വന്ന് തന്റെ അപ്പനെ കൊന്ന മിൻകായി, ഹല്ലേലൂയ, ഈ നെയ്ത്തിന്റെ മകനാണ് സ്റ്റീവ്, തന്നെ സ്നാനം കഴിപ്പിക്കുകയാണ്. താനും ആ മക്കളും തന്റെ കുടുംബം ആ ഗ്രാമത്തിൽ ആ ദേശത്തിൽ വസിക്കുകയാണ്. തന്റെ അപ്പനെ കുത്തിക്കൊന്ന രക്തം ചൊരിഞ്ഞ ആ മനുഷ്യൻ, ആ കില്ലർ, ആ മർഡറർ സ്റ്റീവിന് ഒരു അപ്പനായി തീർന്നു. അവിടെയുള്ള മക്കൾക്ക് ഒരു വലിയ അപ്പനായി തീർന്നു. This is the power of God's love. ഈ മിഷണറിമാരെ കൊന്ന മിൻകായ് ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ടപ്പോൾ താനൊരു യോദ്ധാവാണ്. എത്രയോ കൊല ചെയ്തിട്ടുണ്ട്, എത്രയോ ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ട്, എത്രയോ പ്രതികാരം ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യന്റെ ഹൃദയം ദൈവസ്നേഹത്തിന് മുമ്പാകെ, ആ ആയുധത്തിന് മുമ്പാകെ കീഴടങ്ങി. യോദ്ധാവായ ഈ മനുഷ്യൻ തന്റെ ഹൃദയം താൻ കരയുന്നൊരു മനുഷ്യനായി, ദൈവസ്നേഹത്താൽ നിറഞ്ഞ ദൈവക്ഷമയെ കുറിച്ച്, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ അനുഭവിച്ചറിഞ്ഞ് എങ്ങനെയാ ആ മകൻ അപ്പന്റെ കൊലപാതകന്റെ കൈ കൊണ്ട് സ്നാനപ്പെടുന്നത് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും കൂട്ടത്തിൽ കേട്ടിട്ടുണ്ടോ? അതാ ദൈവസ്നേഹം പ്രിയപ്പെട്ടവരെ, അതാ സ്നേഹത്തിന്റെ ആഴം, അതാ ദൈവസ്നേഹം, അഗാപ്പേ സ്നേഹം നമ്മളിൽ കൊണ്ടുവരുന്ന മാനസാന്തരം, രൂപാന്തരം. God's love is transformative. ആ സ്നേഹത്തിന്റെ ആഴമായ പകർച്ചകൾ നടക്കുകയാണ് ഈ ഓൾട്ടറിൽ നിന്ന്. അങ്ങനെയുള്ള ദൈവത്തിന്റെ ഈ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മളെ ഒന്ന് ഒരു കുളിര് കൊണ്ടുവരുവാനല്ല, അകം പൂർവ്വം നമ്മുടെ ഉള്ളിൽ ഒരു വലിയ രൂപാന്തരവും ഒരു യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവ പ്രവൃത്തിയെ നമ്മിൽ കൊണ്ടുവരുവാനാണ്. നമുക്കത് ഏൽപ്പിക്കാം, നമുക്കൊന്ന് സമർപ്പിക്കാം. ഈ പിതാവാം ദൈവത്തെ നമുക്കൊന്ന് ആഴമായി സ്നേഹിക്കാം. ആ സ്നേഹത്തിൽ നാം രൂപാന്തരപ്പെടും. ആ സ്നേഹത്തിന്റെ മാർവിലേക്ക് നമ്മളൊന്ന് അടുത്ത് വന്നാൽ ജിം ഇലിയറ്റിന് സംഭവിച്ച് നമുക്ക് സംഭവിക്കും. എലിസബത്ത് ഇലിയറ്റ് ഇല്ലേ, ഭർത്താവിനെ കൊന്നു, താനൊരു വിധവയായി. എന്തായിരിക്കണം ആ മകളുടെ ഹൃദയത്തിൽ, ആ ഭാര്യയുടെ ഹൃദയത്തിൽ നടക്കേണ്ട ചിന്തകൾ? പ്രതികാരം, ദേഷ്യം, നഷ്ടബോധം, വൈരാഗ്യം. നോ 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 നോ. ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ട എലിസബത്ത്, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ മാതൃക. ഞാനൊരു പുതിയ കൽപ്പന, നമുക്കത് പറയാം, ഒരു പുതിയ കൽപ്പനയാ പ്രിയപ്പെട്ടവരെ. നമ്മെ ദ്വേഷിക്കുന്നവരെ, നമ്മെ വെറുക്കുന്നവരെ, നമ്മെ ശപിക്കുന്നവരെ, നമ്മെ മാറ്റി നിർത്തുന്നവരെ തിരിച്ച് അങ്ങനെയുള്ള സ്വഭാവം പ്രതിബിംബിക്കുവാനല്ല, ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് വർണ്ണിക്കുവാൻ. ഇത് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടും. ദൈവസ്നേഹത്തിന്റെ, പിതാവാം സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. मैं गुलाम नहीं, मैं अनाथ नहीं, परमेश्वर का बेटा हूँ, ഞാനൊരു അടിമയല്ല, परमेश्वर का बेटा, ഞാൻ ദൈവത്തിന്റെ മകനാണ്. प्यार से पुकारता हूँ, पापा पापा, मैं प्यार से पुकारता हूँ, पापा पापा। मैं गुलाम नहीं, मैं अनाथ नहीं, परमेश्वर का बेटा हूँ। मैं गुलाम नहीं, मैं अनाथ नहीं, परमेश्वर का बेटा हूँ, परमेश्वर का बेटा हूँ। ओ प्यार से पुकारता हूँ, पापा पापा, मैं प्यार से पुकारता हूँ, पापा 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 पापा। तेरे अजीम प्रेम के लिए, अनोखे प्यार के लिए धन्यवाद धन्यवाद धन्यवाद। तेरे अजीम प्रेम के लिए, अनोखे प्यार के लिए धन्यवाद धन्यवाद धन्यवाद। तेरे अजीम प्रेम, तेरे अजीम प्रेम के लिए, अनोखे प्यार के लिए धन्यवाद धन्यवाद धन्यवाद। पापा धन्यवाद, पापा धन्यवाद, पापा पापा धन्यवाद,